തിരഞ്ഞെടുപ്പ് വിജയം സമ്പൂർണ്ണമായും നിതീഷ് കുമാറിന്റേതാണ്. നിതീഷ് നയിച്ച്, നിതീഷ് ജയിച്ച തിരഞ്ഞെടുപ്പ്. എല്ലാ ഭരണവിരുദ്ധ വികാരങ്ങൾക്കും മേൽ ബീഹാറിൽ എന്താണ് അലയടിച്ചത്? അത് ബീഹാറിലെ 1,21,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ 10,000 രൂപ വീതം മാത്രമാണോ? അയൽ സംസ്ഥാനങ്ങളിൽ എന്നതുപോലെ ബീഹാറിലും ഇരട്ട എഞ്ചിൻ വേണമെന്ന തീരുമാനമാണോ? കഴിഞ്ഞ 20 വർഷങ്ങളിൽ എന്നതുപോലെ നിതീഷ് എന്ന മുഖ്യമന്ത്രി തന്നെ ഇനിയും മതി എന്ന ആഗ്രഹമാണോ? കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും നരേന്ദ്രമോദി എന്ന നേതാവ് രക്ഷിക്കുമെന്ന വിശ്വാസമാണോ? വോട്ടുകൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്ന തുറന്നു പറച്ചിലാണോ? അതോ തേജസ്വി യാദവ് എന്ന 2ാം തലമുറ നേതാവ് ഇനിയും കാത്തിരിക്കട്ടെ എന്ന തീരുമാനമാണോ? രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ ശരിക്കും വോട്ട് ചോരി നടന്നതാണോ ഇനി ബീഹാറിൽ? ചോദ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. എല്ലാത്തിനും മേൽ ഒരു സത്യമുണ്ട്: ബീഹാറിൽ ഇതുവരെ കണ്ട ഭരണം തന്നെ തുടരും. മാത്രമല്ല, JDU നടത്തിയ മുന്നേറ്റം ഇവിടെ BJP പോലും നിഷ്പ്രഭമാക്കുകയും ചെയ്തു. അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് വോട്ടർ പട്ടികയിലെ പരിഷ്കാരങ്ങളാണ്. ബീഹാറിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയവരുടെയും ഇരട്ട വോട്ടുകളുടെയും വിലാസത്തിൽ ഇല്ലാത്തവരുടെയും ഫോട്ടോ പോലും സ്വന്തമായി ഇല്ലാത്തവരുടെയും ഒക്കെ വിവരങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ പുറത്തു വന്നേക്കാം. വോട്ടർ പട്ടിക ഒന്നും സമഗ്രമല്ലെന്ന വിമർശനങ്ങളും ഉയർന്നു വന്നേക്കാം. എല്ലാത്തിനുമേൽ പരമമായ ഒരു സത്യമുണ്ട്: ബീഹാറിലെ നിതീഷ് രാഷ്ട്രീയത്തിന് മാറ്റമില്ല എന്നതാണത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എന്തുകൊണ്ട് മോദിയും നിതീഷും ജയിച്ചു? എന്താണ് ബീഹാറിലെ ഭരണം മാറാതിരിക്കാനുള്ള കാരണം? RJDക്ക് തുല്യ ശക്തിയുള്ള ഒരു പങ്കാളി ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഉത്തരം. BJPയും JDUവും ഇരട്ട എഞ്ചിനിൽ കുതിച്ചപ്പോൾ RJDക്ക് മികച്ചൊരു പങ്കാളിയെ കിട്ടിയില്ല. BJPക്ക് JDU എന്ന കക്ഷിയെ ഒപ്പം കിട്ടിയത് കൊണ്ട് ഭരണം കിട്ടി. RJDക്കൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിനോ ഇടതുകക്ഷികൾക്കോ ആ കരുത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വിജയം BJPയുടേതല്ല, JDUവിന്റേതാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 വട്ടം ചാഞ്ചാടിയ ചരിത്രമുള്ള പാർട്ടിയാണ് JDU. മെരുക്കാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും മതിയാകില്ല. അതിനാൽ കേന്ദ്രം തുടർന്നു ഭരിക്കാൻ ബീഹാറിൽ നിതീഷ് ഭരണം തുടരേണ്ടത് BJPക്ക് അനിവാര്യമാണ്. നിതീഷ് സ്വന്തം നിലയ്ക്ക് വിട്ടുകൊടുത്താൽ അല്ലാതെ ബീഹാറിലെ ഭരണം പിടിക്കുക BJPക്ക് എളുപ്പമല്ല. തേജസ്വി യാദവിനോട് ഇനിയും കാത്തിരിക്കൂ എന്നാണ് ബീഹാറിലെ ജനത ഇപ്പോഴും പറഞ്ഞത്. എല്ലാ പ്രതിലോമ ഘടകങ്ങൾക്കും മുകളിൽ തേജസ്വി യാദവ് നേടിയ സീറ്റുകൾ ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. വർഷങ്ങളായി ജയിലിലും ആശുപത്രിയിലുമാണെങ്കിലും ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ഉണ്ടാക്കിയെടുത്ത ഒരു അടിത്തറ അതത്രയേറെ ശക്തമാണ്. പാവങ്ങൾക്കിടയിൽ ലാലുവിന് ഇപ്പോഴും ഒരു രക്ഷകന്റെ പ്രതിച്ഛായയുണ്ട്. തേജസ്വി എന്ന ചെറുപ്പക്കാരനിൽ ബീഹാർ ജനത അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിതീഷ് കഴിഞ്ഞാൽ അവർ രക്ഷകനെ പ്രതീക്ഷിക്കുന്നത് തേജസ്വിയിലാണ്. പക്ഷേ അതൊന്നും നിതീഷ് ഉള്ള കാലത്ത് സാധ്യമല്ല. നയിക്കാൻ നിതീഷ് ഇല്ലെങ്കിൽ ബീഹാറിൽ BJPക്ക് കാര്യമായ പ്രതീക്ഷ വേണ്ട എന്നുകൂടി ഈ ഫലം തെളിച്ചു പറയുന്നു. തോറ്റ് തുന്നം പാടിയിട്ട് കോൺഗ്രസിന് എന്തെങ്കിലും വിശകലനം നടത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ആ തോൽവിയിലേക്ക് നയിച്ച ഒരു കാരണമുണ്ട്. അത് കോൺഗ്രസിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. ഏതു തിരഞ്ഞെടുപ്പിലും ജനത ഒരു പോസിറ്റീവ് സന്ദേശം ആഗ്രഹിക്കും. BJP ജയിച്ചാൽ എന്തൊക്കെ കിട്ടും, കോൺഗ്രസ് ജയിച്ചാൽ എന്തൊക്കെ കിട്ടും എന്നിങ്ങനെയാക്കും ആ പ്രതീക്ഷ. ഇവിടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഏക സന്ദേശം അത് വോട്ട് ചോരി മാത്രമായിരുന്നു. BJP വോട്ടുകൊള്ള നടത്തി ജയിക്കാൻ പോകുന്നു എന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇനിയും അത് പറയുക തന്നെ ചെയ്തേക്കാം. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ ചെലവുകൾ പുറത്തു കൊണ്ടുവന്നതുമാണ്. പക്ഷേ ആ സന്ദേശം രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച രീതിയിൽ അത് ആളുകളിലേക്ക് എത്തിയില്ല. അതിന്റെ തെളിവാണ് കോൺഗ്രസിന്റെ ഈ ദയനീയ പ്രകടനം. കോൺഗ്രസ് ആണ് RJDയെ കൂടി വലിച്ച് താഴെയിട്ടത് എന്ന് പറയാം. കോൺഗ്രസ് മത്സരിച്ച കുറച്ച് സീറ്റുകളിലെങ്കിലും RJD ആയിരുന്നു നിന്നതെങ്കിൽ ഭേദപ്പെട്ട പ്രകടനത്തിന് സാധ്യതയുണ്ടായിരുന്നു. BJP മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി നിതീഷ് കുമാറിന് മേൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. അങ്ങനെ സമ്മർദ്ദം ഉണ്ടായാലും നിതീഷ് കുമാർ മാറാതെ നിൽക്കും. കേന്ദ്രത്തിന് നിതീഷ് വേണം എന്നതിനാൽ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം BJP വിട്ടുകൊടുക്കാൻ നിർബന്ധിതരാകും. നരേന്ദ്രമോദിക്കും കേന്ദ്രത്തിലും നിതീഷ് കുമാറിന് ബീഹാറിലും സ്വസ്ഥം വാഴാം എന്നാണ് ഈ ജനവിധി. 12,500 കോടി രൂപയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് ബീഹാറിൽ വിതരണം ചെയ്തത്. സെപ്റ്റംബർ 26 മുതൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒക്ടോബർ 6 രാവിലെ 10 മണി വരെയുള്ള സമയം കൊണ്ട് 1,21,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ 10,000 രൂപ വീതം എത്തിയത്. എല്ലാവർക്കും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള തുകയായാണ് ഈ പണം നൽകിയത്. ഇത് ആദ്യഘട്ടമാണെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ ജയിച്ചു വന്നാൽ അടുത്ത ഗഡുക്കളും അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് അർത്ഥം.
കാര്യമായ രേഖയോ അപേക്ഷയോ ഒന്നുമില്ലാതെയാണ് സ്ത്രീകൾക്ക് ഇത്രയും വലിയ തുക ലഭിച്ചത്. അപ്പോൾ ഈ തുക സ്വാധീനിച്ചത് താഴെക്കിടയിലുള്ള വോട്ടർമാരെയാണ്. പരമ്പരാഗതമായി RJDക്കൊപ്പം നിൽക്കുന്ന ദരിദ്രരുണ്ട്. അവരെ ഒന്നാകെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു ഈ സഹായം. 95% സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് ഇത്രയേറെ തുക ഒന്നിച്ചു വരുന്നത് ആദ്യമായിരുന്നു. അവർ JDUവിനും JDU പറയുന്നവർക്കുമല്ലാതെ വേറെ ആർ കൂട്ടിയും? നിതീഷ് കുമാറിനെ ഏതൊക്കെ രീതിയിലാണ് പരിഹസിച്ചതെന്ന് ഓർത്തു നോക്കൂ. ഓർമ്മക്കുറവിനെയും പിടിവിട്ടതുപോലുള്ള പെരുമാറ്റത്തെയും ഒക്കെ എങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് നോക്കൂ. അത്തരം നാട്യങ്ങളെല്ലാം തറവാട്ട് കാരണവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളായി മാത്രമേ ആ ജനത എടുത്തിട്ടുള്ളൂ. അവരുടെ മുന്നിൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായുള്ള മുഖം നിതീഷിന്റേതാണ്. ആ നിതീഷിനാണ് അവർ വോട്ട് ചെയ്തത്. JDUവും BJPയും 101 സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചത്. ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റിലും മത്സരിച്ചു. ആ 3 പാർട്ടികൾക്കും നേട്ടമുണ്ടായി. ബീഹാറിൽ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് വോട്ട് വിഹിതത്തിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് RJD നടത്തിയത്. 23%-ലധികം വോട്ടുകളാണ് RJDക്ക് ലഭിച്ചത്. BJPയും JDUവും തുല്യ സീറ്റുകളിലാണ് മത്സരിച്ചത് എങ്കിലും വോട്ട് വിഹിതത്തിൽ വ്യത്യാസമുണ്ട്. BJPക്ക് ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ടുകളാണ് JDUവിന്റെ ചിഹ്നത്തിൽ വീണിരിക്കുന്നത്. RJD ജയിച്ച മണ്ഡലങ്ങളിൽ പലതിലും JDU ആയിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ എന്നതാണ് ഇതിന് കാരണം. മഹാഗഡ്ബന്ധനിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് RJD ആണ് എന്നതുകൂടിയാണ് ഈ വോട്ട് വിഹിതത്തിലെ വർധനവിനുള്ള കാരണം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബീഹാർ. ദേശീയ നേതാക്കളൊക്കെ ഉയർന്നു വന്നൊരു മണ്ണാണത്. അവിടെ ഏറെ ദയനീയമായ സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത്. കനയ്യകുമാറിനെ പോലുള്ള പുതുതലമുറ നേതാക്കളെ കൊണ്ടുവന്നിട്ടും കോൺഗ്രസിന് കളം പിടിക്കാൻ കഴിയുന്നില്ല. അടിത്തറ തന്നെ തകർച്ചയിലാണ് എന്നാണ് ഈ ഫലം നൽകുന്ന സന്ദേശം. താഴെത്തട്ടിൽ പ്രവർത്തകരോ ബൂത്തിലിരിക്കാൻ നേതാക്കളോ പോലും ഇല്ലാത്തൊരു സ്ഥിതി. അങ്ങനെ ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വഴിനീളെ നടന്നതുകൊണ്ട് എന്താണ് കാര്യം? എല്ലാ ദിവസവും റാലികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടും ഒരു ഫലവുമില്ല. ആദ്യം ആ പാർട്ടിക്കുണ്ടാകേണ്ടത് ഒരു അടിത്തറയാണ്. അത് നിർമ്മിച്ചെടുക്കാത്തിടത്തോളം കാലം ബീഹാറിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെയാകും ഫലം നേരിടേണ്ടി വരിക. ഓടിച്ചോരിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് രേഖകൾ സഹിതം തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ബീഹാറിൽ നിതീഷ് കുമാർ എന്ന കാരണവരെ അംഗീകരിച്ചു, ജനത മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ വിധി. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം.